അവരിപ്പോ എവിടെ വെക്കുക? കാവിലേക്ക് വെച്ചോ. കടയിലേക്ക് ഞാൻ കൂടി വരായിരുന്നു. ഉച്ചയ്ക്ക് നേരത്തെ മാഷ എവിടെ? ഒറ്റയ്ക്ക് വല്ലാതെ കഷ്ടപ്പെടേ. മാഷോട് ഞാൻ ചോദിക്കാം. പോട്ടെ. അന്തിക്ക് മുമ്പിങ്ങ എത്തണേ. ഓ, അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് അവൻ? ആര്? മറ്റോനെ. കുഞ്ഞുണ്ണി എങ്ങനെയുണ്ടെന്ന്? പാവ, കൊച്ചുകുട്ടികളുടെ സ്വഭാവ. എടി അതല്ലടി ചോദിച്ചത്. കിടക്കപ്പായല എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ ഓരോ കിന്നാരങ്ങള്. ആ, കിന്നാരാണെന്ന് എന്നെ വെച്ചോ. നാണാണെങ്കിൽ നീ പറയണ്ട. ആ മുട്ടുമുറ്റി പോലെയുള്ള ഒരുത്തനല്ലടി നിനക്ക് കിട്ടിയാക്കണത്. സൂയിച്ചോ മോളെ, നീ നല്ലോണം സൂയിച്ചടി. പക്ഷേ ഈ തള്ളകാരനാണ് ഇതൊക്കെയെന്ന് നീ മറക്കണ്ട. മാഷ് ഇപ്പോഴും ഇവിടെ വരാറുണ്ടോടി? എന്താ മാഷേ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോന്ന്? മാഷിനെവിടെ കടയില് തിരക്കൊഴിഞ്ഞിട്ട് എപ്പ വരാനാ? ആ, പണ്ടും തിരക്കിനിടയിലാണല്ലോ അവിടെ എല്ലാം നടന്നോണ്ടിരുന്നത്. കിഴക്കങ്ങാട് ഉരുള് പൊട്ടിയെന്ന്. ചുഴേരിയിലുള്ള കുറെ വീടൊക്കെ ഒലിച്ചു പോയി. പുഴവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ നമ്മുടെ മമ്മതും കൂട്ടരും അത് രണ്ടുപേരെ കാണാനിട്ടുണ്ട്. ഞാനൊന്ന് വീട് വരെ പോയാലോ? നീ ഒന്ന് അടങ്ങി നിൽക്കണ്ട കുഞ്ഞു. നീ പറഞ്ഞു കേട്ടില്ലേ ഉരുള് പൊട്ടിയെന്ന്? പുഴ എങ്ങനെ കിടക്കുക? നിക്ക്, മഴ വരട്ടെ. എന്നിട്ട് ഓരുടെ കെട്ടികളും കുട്ടികളും തലയിൽ കൈവച്ച് നിലവിളിക്കുക. അതിൽ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? എല്ലായിടത്തും തിരയുന്നുണ്ട്. കുഞ്ഞിരാമ, നീ വന്നോ? ഹാവു, ഇനി ഇങ്ങോട്ട് പോണ്ടാട്ടോ. ഇവിടെ തന്നെ ഇരിക്കണേ. എന്നിട്ട് പോലെ പഴം തരാട്ടാ. പരമേ, ഓ തല നടത്താ. പക്ഷെ ഞാൻ പോവുക. അയ്യോ, ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര മഴയാ. അത് കുഴപ്പമില്ല, ഈ പുഴ ഞാൻ എങ്ങനെയെങ്കിലും കടന്നോളാം. ഓളവിടെ ഒറ്റയ്ക്കല്ലേ. പറയുന്നതൊക്കെ
ഈശ്വരാ, ഒക്കെ നനഞ്ഞല്ലോ. ഇവിടെ ഇരുന്നോളൂ. മഴ മുഴുവൻ കൊണ്ടൂല്ലേ? കുറച്ച് ചൂട് കഞ്ഞി എടുക്കട്ടെ, തണുപ്പ് കുറയും. ചൂടുണ്ടേ? എന്തേ? ഏയ്, ഒന്നുമില്ല. തളന്നെങ്കിൽ മാറിക്കോ. വേണ്ടെന്നേ. ഈ ഇന്നലൊന്നും കഴിച്ചില്ലല്ലേ? അപ്പൊ ഉണ്ണേട്ടനോ? ഞാൻ പിന്നെ ഇത്തിരി കഞ്ഞിന്റെ വെള്ളമെങ്കിലും കുടിച്ചല്ല. അയ്യോ, സീതപ്പെണ്ണ്, കുഞ്ഞിക്കാളി, എടാ വേങ്ങ, ഓരാ, ഓടിവാ, ഓടിവായോ. എന്തേ പെട്ടെന്ന് ബോധം കിട്ടി വീട്. ഒന്ന് എണീറ്റ് ആദ്യം ഇങ്ങോട്ട് മടിയിൽ കിടന്നോ. എന്തേ? അങ്ങനെ ആ കൈ ഒന്ന് പിടിച്ച് നോക്കിക്കേ. ആണുങ്ങളല്ലേ ഒന്ന് വെളിയിൽ പോയേ. പോകിനടാ കുഞ്ഞുണ്ണി നീയും പോയേ. അന്നോട് ഇനി വേറെ പറയണ പോടാ അവിടുന്ന്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കെന്തൊരു മടി. ഈ ഇത്തിരി വെള്ളം ചൂടാക്കി. കുഞ്ഞുണ്ണിയേ, കുഞ്ഞുണ്ണിയെ കോളടിച്ച്
പായല് കൊണ്ട് കിടത്തിക്കോ. ഓളെ മാത്രം കിടത്തിയാ മതി. ഇങ്ങ് പോരെ. എന്താ നിന്റെ വാലിന് തീ പിടിച്ചോ? പിന്നെ ഇത് വട്ടായോ? വട്ടല്ല. ഏ? എടാ പരമേ, ഒന്നാമതൊരു പാൽ പായസം റെഡി ആയിക്കോ. എന്താ ഇത്? കണ്ണ് തിരിയൂലേ തൊട്ടില്? അത് മനസ്സിലായി. ഇപ്പൊ എന്തിനാന്നാ ചോദിച്ചേ? നമ്മുടെ പൈതലിന് കിടക്കണ്ടേ? അതിനി മാസം എത്ര വേണമെന്നറിയോ? എനിക്കിപ്പോ ഒറ്റ ആശയുള്ളു. എന്താന്നറിയാവോ? ദേ മൂപ്പരെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കിട്ടിയ അത്രയും സന്തോഷം. അല്ല, മൂപ്പരാണെന്നങ്ങ് തീരുമാനിച്ചോ? മൂപ്പത്തിയാണെങ്കിലോ? എന്നാലും തൊട്ടില് വേണല്ലോ. ആ പിന്നെ തൊട്ടില് വേണം. എന്നാലും ഇതൊക്കെ കടയിലെത്തിച്ചിട്ടായാലും മതിയല്ലോ തൊട്ടില് പണി. നേരം പോയല്ലോ. എന്ത് കണ്ടാലും ഹൈ, അതൊന്ന് എടുത്തോട്ടൊന്ന്. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. പോ അവിടുന്ന് ശാവമേ. ആരും ഇല്ലായിരുന്നപ്പോ അതേ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ ആളുണ്ടല്ലോ. കാവ് ഇറക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരണേ. എന്തേ? ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. പണിയാളുകളുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നോക്കട്ടെ, തിരക്ക് കുറയാണെ വേഗം വരാം. ഇത്തിരി തീ തരുമോ? എന്താ? ഇത്തിരി തീയേ.